ഈയിടെ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ വിജയുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നു, നിയമസഭയിൽ പല ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നു, പുച്ഛിക്കുന്നു, പരിഹാസമുണർത്തുന്നു. കഴിഞ്ഞ 50 വർഷമായിട്ട് നിയമസഭയിൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരസ്പരം ചെളിവാരി എറിയുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കളിയാക്കലും പരിഹസിക്കലും ഞാൻ കേൾക്കില്ല. നിയമസഭയിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അതിനുവേണ്ടി ചർച്ച ചെയ്യുന്ന അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഞാനത് കേൾക്കും. 50 വർഷമായിട്ട് നിയമസഭയിൽ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടെക്നോളജി മാറി, കാലം മാറി, ചിന്താഗതികൾ മാറി. പക്ഷേ ഇപ്പോഴും നിയമസഭയിലെ സംസാരത്തിന്റെ രീതികൾക്ക് മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന്. ഇത് കേട്ടപ്പോഴാണ് ഇത് ശരിയാണല്ലോ, നമ്മുടെ കേരള നിയമസഭയിലും ഇത് തന്നെയാണ് നടക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നു, വെറുതെ ഹാസ്യരൂപേണ കഥകൾ പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കുന്നു, അവർ കുറെ പേർ ചിരിക്കുന്നു, കൈയടിക്കുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ അതിന്റെ പീസുകൾ വരുന്നു. അവരുടെ അണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നു, കൈയടിക്കുന്നു. പക്ഷേ ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം? നിയമനിർമ്മാണ സഭയിൽ എന്താണ് ചർച്ച ചെയ്യേണ്ടത്? പണ്ടത്തെ ഹിസ്റ്ററിയും ചരിത്രവും, 1-ാം ലോക യുദ്ധവും 2-ാം ലോക യുദ്ധവും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇവരെ നമ്മൾ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് വിട്ടിട്ടുള്ളൂ? നിയമസഭയിലെ ചർച്ചകൾ ഒരു 80% വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ വോക്കൗട്ട് എന്ന പ്രഹസനം എന്തിനാണത്? അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാം നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്? അതിനുവേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? ഒരു പ്രശ്നം എടുത്തിട്ട് അതിന്റെ തെറ്റായ വശങ്ങളും ശരിയായ വശങ്ങളും, സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും, ആ കാര്യങ്ങളിൽ എന്തെല്ലാം വീഴ്ചകൾ ഉണ്ടെന്നും അതിന് എന്താണ് പരിഹാരം എന്നും ചർച്ച ചെയ്ത് ഒരു പോയിന്റിലേക്ക് എത്തിയിട്ട് അവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നടപ്പിലാക്കുക എന്നൊരു ക്രിയയിലേക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറാത്തത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ തന്നെയാണ് അവരുടെ അപ്രോച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയുന്നു, ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയുന്നു. ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഒരു സമീപനം, ഭരണം കഴിഞ്ഞാൽ വേറൊരു സമീപനം. ഇതിന് ഒരു മാറ്റം വരുത്തുന്ന രീതിയിലുള്ള പക്വതയുള്ള നിലപാടിലേക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മാറ്റിക്കൂടെ? ഒരു കമ്മ്യൂണിക്കേഷൻ കോച്ച് എന്ന നിലയിൽ ഞാൻ നോക്കുമ്പോൾ ഭൂരിപക്ഷം പേരുടെയും കമ്മ്യൂണിക്കേഷൻ വെറുതെ കോമഡി മാത്രമാണ്, കയ്യടിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ആ രീതിയിലുള്ള പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള ചർച്ചയല്ലേ വേണ്ടത്? നോക്കൂ, ഇപ്പോഴത്തെ തലമുറ നിങ്ങളുടെ കോമഡി കേട്ട് ചിരിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അതിനു വേണ്ടിയിട്ട് അവർക്ക് സിനിമകളുണ്ട്, ധാരാളം കോമഡി സ്കിറ്റുകളുണ്ട്, സോഷ്യൽ മീഡിയയിൽ ധാരാളം അവസരങ്ങളുണ്ട്. നിയമസഭ ഒരു കോമഡി സിനിമയാക്കി മാറ്റാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മെമ്പർമാർ എങ്കിലും ഒരു മാനം നമ്മുടെ ചർച്ചകൾക്ക് വരുത്തിക്കൂടെ? വിജയ് ഒരു രാഷ്ട്രീയക്കാരനെയല്ല, സിനിമക്കാരനായിട്ടാണ് നമ്മളെല്ലാം അദ്ദേഹത്തെ കണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ കൊണ്ട്, വ്യത്യസ്തമായ നിലപാടുകൾ കൊണ്ട്, ചെറുപ്പക്കാർക്ക് ആവശ്യമായുള്ള നൂതനമായ ചിന്തകൾ കൊണ്ട് എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇപ്പോഴും വിജയ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 50 വർഷമായിട്ട് തുടരുന്ന അതേ രീതിയിലുള്ള വിമർശനം, അതേ വോക്കൗട്ട്, പരിഹാസം, പുച്ഛം, ഇതുകൊണ്ട് നമ്മുടെ നാടിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമുക്ക് ചിന്തിക്കേണ്ട സമയമാണ്. സോ ലെറ്റ്സ് ഹോപ്പ് എല്ലാ മെമ്പർമാരും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ മാറ്റുന്ന ഒരു ദിവസം എന്തെങ്കിലും വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.